ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുന്ന ആള്, ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്ക് ഒരുപാട് ബന്ധങ്ങൾ അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടാവും. അവരുടെ ആ ഒരു സംസാരത്തിന്റെ ആശയവിനിമയ പാഠവത്തിന്റെ അടിസ്ഥാനത്തിൽ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശയവിനിമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നമ്മളിങ്ങനെ വാതോരാതെ സംസാരിക്കാന്നല്ല, ഹൗ ടു സ്പീക്ക്, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, അതേപോലെ തന്നെ എങ്ങനെ അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടണം എന്നുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു കണക്ഷൻ. ഒരു സംസാരത്തിലൂടെ ഉള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ എങ്ങനെ ഒന്നിലധികം ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, അത് വെറും വാക്കുകളല്ല, വാക്കുകളുടെ ആ ഒരു ഒഴുക്കിനെ അല്ല നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ദിസ് ഈസ് എ ജസ്റ്ററിങ്. ഇത് കൈകളെ കൊണ്ട് ഞാൻ ജസ്റ്റ് താങ്ക് യു സർ, ഒരു കൈയടി കൊടുക്കും, ഒരു കൈയടി പ്ലീസ്. അതായത് രണ്ട് തരം ജസ്റ്ററിങ് ആണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് അദ്ദേഹത്തെ നോക്കിയപ്പോഴേക്ക് അദ്ദേഹത്തിന് എന്തോ ഒരു തരം ഒരു ഫീലിംഗ്, വാട്ട് ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ദാറ്റ് യു ഹാഡ് അഫക്റ്റഡ്. പക്ഷെ എന്തിരുന്നാലും ശരി, അതാണ് ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ അതിലൂടെ നമുക്കുണ്ടാകുന്ന ആ ഒരു ബന്ധങ്ങൾ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു സേ, ഇറ്റ് ഈസ് വാട്ട് അതേഴ്സ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, മറ്റുള്ളവർ നമ്മൾ പറയുന്നത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ. നമ്മളിങ്ങനെ വേണമെങ്കിൽ ബൈ ഹാർട്ട് ആക്കിയിട്ട് കുറേ ഇങ്ങനെ സംസാരിക്കും. ഈ സംസാരിക്കുന്ന സമയം മറ്റുള്ളവർ നമ്മുടെ വാക്കുകളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് നോക്കാതെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫാൾട്ട് ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക് ദാറ്റ് വി ആർ ഡൂയിങ്. കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് എ ഹ്യൂമൻ കണക്ഷൻ. ഏറ്റവും കൂടുതൽ മൈ ഡിയർ ഫെലോ പാർട്ട്നേഴ്സ്, ഐ എം റിക്വസ്റ്റിംഗ് യു, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഹ്യൂമൻ, നമ്മുടെ മനസ്സുകൾ, മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കണം കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ദ കീ ടു പേഴ്സണൽ ആൻഡ് കരിയർ സക്സസ്. നമ്മുടെ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കണം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഐ റിക്വസ്റ്റ് യു ആൾ ടു മാസ്റ്റർ ഇൻ കമ്മ്യൂണിക്കേഷൻ. സംസാരത്തിൽ, നമ്മുടെ ആശയവിനിമയത്തിൽ നമ്മൾ എന്തായിരിക്കണം, മാസ്റ്റർ ആയിരിക്കണം മിസ്റ്റർ ജസീം. ആൻഡ് ആൾസോ ഫോർ ദി പേഴ്സണൽ സക്സസ്, നമ്മളെ ബിസിനസ് വഴി നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകുന്നതോട് കൂടിയിട്ട് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്ന ഗ്രോത്ത്, the business growth and the personal growth, it is the communication is the strong foundation for this kind of success. 3 elements of effective communication. നമ്മൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, it should be clarity. Even though today I am feeling a problem of audacity, ഞാൻ എൻ്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണെങ്കിലും എൻ്റെ ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് one material is here. So I am fully of confident that my words are clear. നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരം എന്തായിരിക്കണം, it should be clear, it should be there. അതങ്ങനെ തന്നെ ആയിരിക്കണം. ക്ലിയർ അല്ലാത്ത സംസാരം സംസാരിക്കാതിരിക്കുക. ആൻഡ് ആൾസോ ലിസണിങ്, മറ്റുള്ളവർ നമ്മളെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത് മറ്റുള്ളവൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അപരന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളോട് സംസാരിക്കുന്ന ആളെ ക്ലിയർ ആയിട്ട് നമ്മൾ കേട്ടിരിക്കണം. നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റർ എന്തായിരിക്കണം, വെറും കുറെ തള്ളുക അല്ലെങ്കിൽ കുറെ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി കേൾക്കാൻ കൂടി തയ്യാറുണ്ടെങ്കിൽ മാത്രം ഒരു സംസാരത്തിന് മുതിർന്നാൽ മതി. ഓക്കെ, മനസ്സിലാക്കുന്നുണ്ടോ? It is also the way of communication and also empathetic. നന്നായി സംസാരിക്കുന്ന ആള് നന്നായി മറ്റുള്ളവന്റെ മനസ്സിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ ഈ സമയത്തിന്റെ കുറവ് മൂലമാണ്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെ സംസാരം വഴി മറ്റുള്ളവന്റെ മനസ്സിന്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ തീർക്കാൻ ഒരു കേൾവിക്കാരൻ, ഞാനിതിനു മുമ്പ് നമ്മുടെ ടിജു തോമസ്, മൈ ഡിയർ, അദ്ദേഹം VP ആയ സമയത്ത് ഞാൻ ഒരു ടെസ്റ്റിമോണിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അത് ഓർമ്മ ഉണ്ട് എനിക്കറിയില്ല. ഒരു വൈകുന്നേര സമയത്ത് ജസ്റ്റ് അദ്ദേഹത്തിന് ഒരു മാനസിക സംഘർഷവുമായി നേരിടുന്ന സമയത്ത് അദ്ദേഹവുമായിട്ടുള്ള ഒരു സംസാരത്തിനിടയിൽ അറിയാതെ വളരെ പതിയെ നമ്മുടെ ആ ഒരു മെന്റൽ സ്ട്രെസ് ഒക്കെ ഫീൽ ചെയ്യാൻ, മീൻസ് അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ.
the way of communication, it should be clear. And barriers to communication. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആശയവിനിമയങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി സംവദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ there should be no any kind of assumptions. നമ്മൾ കേൾക്കുന്ന ആള് പറയുന്ന ആളും കേൾക്കുന്ന ആള്, 2 persons will be there. അപ്പോൾ ഒരു സംശയത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവരുടെ സംസാരം കേൾക്കുന്നതെങ്കിൽ there will make some sort of troubles. And also distractions. സംസാരിക്കുന്ന സമയത്ത് no, should not be there. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് സംസാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള this kind of things, if I am talking this kind of sort of troubles, distractions, you are making distractions, my dear friend. And also culture, thank you, അത് ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താണ്, don't repeat it. And cultural and language gaps. ഞാൻ ഇങ്ങനെ വെറും വരാതെ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, എൻ്റെ ഈ മൂവ്മെന്റും എൻ്റെ ഈ കാര്യങ്ങൾ മാത്രം. There also should make some sort of troubles. Cultural language gaps. നമ്മൾ മറ്റുള്ള കേൾക്കുന്ന ആളിന്റെ ഏത് രൂപത്തിലാണോ അവന്റെ ഭാഷ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കേൾക്കാൻ സാധിക്കുന്നത് ആ ഭാഷയിലായിരിക്കണം. ദിസ് കൈൻഡ് ഓഫ് നമ്മൾ കുറെ സംസാരിക്കണമെന്നില്ല, സംസാരത്തിന്റെ ഇടയിലുള്ള നമ്മുടെ പോസ്, അതായത് അത് നിർത്തുന്നത്, അതും മറ്റുള്ളവൻ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറും. ആൻഡ് ആൾസോ എമോഷണൽ റിയാക്ഷൻസ്. പവർ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരത്തിനിടെ കുറേ സംസാരിക്കാന്നുള്ളതിനേക്കാളുപരി നമ്മുടെ ജസ്റ്ററിങ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു യുവർ ബോഡി സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. നോക്കൂ നിങ്ങൾ, ഞാനിപ്പോൾ പുഞ്ചിരിയോട് കൂടി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ബോഡി, ഐ എം മേക്കിംഗ് ഇറ്റ്. ആൻഡ് ഇതേപോലെ നമ്മുടെ ഈ ഒരു ബോഡി മറ്റുള്ളവൻ കേൾക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഉള്ളിൽ നമ്മുടെ ആശയവിനിമയങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ എന്തൊക്കെ ടിപ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, all that we can use. Communication in business. ബിസിനസ്സിൽ നമുക്കറിയാലോ, we should make trust in business. For making trust, this kind of communication, it is very necessary. And also customer retention. നമ്മുടെ കസ്റ്റമർ നമ്മുടെ കൈകളിൽ നിൽക്കണമെങ്കിൽ അവരോട് നന്നായിട്ട് സംസാരിക്കാനുള്ള ശേഷി നമ്മൾ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ആൻഡ് ആൾസോ ഓപ്പർച്യൂണിറ്റി. ബിസിനസ്സിൽ നമുക്ക് കിട്ടാവുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ communication is a very most important tool. Communication is a skill, not a talent. ജന്മനാ കിട്ടുന്ന ഒരു പദവിയല്ല, ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല, അത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഇസ് എ സ്കിൽ, ഇറ്റ് ഇസ് നോട്ട് എ സ്കിൽ, ഇറ്റ് ഇസ് എ സ്കിൽ, ഇറ്റ് ഇസ് നോട്ട് എ ടാലന്റ്. It can be learned, practiced and mastered. For that purpose you are joining in BNI. For what purpose I am joining in BNI? വെറും ബിസിനസ് കിട്ടുക എന്നുള്ളതിനേക്കാളുപരി ദിസ് കൈൻഡ് ഓഫ് തിങ്സ് വി ആർ, നമ്മൾ അറിയാതെ നമ്മൾ നേടിയെടുക്കുന്ന ഇത്തരം കലകൾക്ക് വേണ്ടിയിട്ടും a lot of persons are joining in this organization. And finally, my dear fellow members, I am trying to say over here is that the way we communicate determines the quality of our lives. Signing off from this Edu slot, I am Raul Puthalan. Thank you all. Thank you, sir. That was amazing and great learning experience. Thank you.